നമസ്കാരം പ്രിയ പ്രേക്ഷകരെ. രൂപയുടെ മൂല്യം ഇടിഞ്ഞിടിഞ്ഞ് 90 കടന്നു. അറിഞ്ഞോ? രാജ്യത്തിനാകെ നാണക്കേടാണ്, സർക്കാരിൻ്റെ പിടിപ്പുകേടാണ്, രാജ്യമാകെ പ്രശ്നത്തിലായി. എഡിറ്റോറിയൽ ഇൻസൈറ്റ്സിലെ ഏത് എപ്പിസോഡിനും താഴെ വരുന്ന കമൻറ്റുകളാണ്. ഇന്ത്യൻ രൂപയുടെ മൂല്യം ഡോളറിനെതിരെ വീക്കായി നിൽക്കുകയാണ്. 1970കളുടെ മധ്യത്തിൽ $1 8 ഇന്ത്യൻ റുപ്പിയായിരുന്നു. ഇന്ന് 90 രൂപ കടന്നിരിക്കുന്നു. നമ്മുടെ രാജ്യത്തിൻ്റെ ഏതെങ്കിലും സാമ്പത്തിക നയം കാരണമാണോ രൂപ വീക്കാകുന്നത്? കഴിഞ്ഞ 50 വർഷമായി ഡോളറിനെതിരെ രൂപ ദുർബലമായി വരികയാണെന്ന് എല്ലാവർക്കും അറിയാം. ക്രമാനുഗതമായ താഴ്ചയാണിത്. ആ താഴ്ച ശ്രദ്ധിച്ചാൽ അറിയാം, അമേരിക്കൻ ഡോളർ ശക്തി പ്രാപിക്കുമ്പോഴൊക്കെ രൂപ ദുർബലമായി. ഇന്ത്യൻ രൂപ മാത്രമല്ല, ലോകത്തെ മിക്കവാറും കറൻസികളെല്ലാം ദുർബലമാകും. ജാപ്പനീസ് യെൻ, ബ്രിട്ടീഷ് പൗണ്ട്, യൂറോ, അങ്ങനെ പല കറൻസികൾ. ജപ്പാന്റെ യെൻ 30 വർഷത്തിനിടയിലെ ഏറ്റവും വലിയ തകർച്ചയിലാണ്. എങ്ങനെയാണ് രൂപ ദുർബലമാകുന്നത്? വിശദമായി പറയേണ്ട വിഷയമാണ്. കാരണം രൂപയുടെ മൂല്യം ഇടിയുമ്പോൾ പരിഭ്രാന്തി പരത്തുന്ന തലക്കെട്ടുകളും വാർത്തകളും വരും. പലരും ചോദിക്കും, ഇന്ത്യയുടെ നിയന്ത്രണം നഷ്ടപ്പെടുകയാണോ എന്ന്. എന്നാൽ അതിനുമപ്പുറം ഇന്ത്യ അതിൻ്റെ സമ്പദ് വ്യവസ്ഥയിൽ ആഴത്തിലുള്ളൊരു തന്ത്രം മെനയുകയാണെങ്കിലോ? രൂപയുടെ മൂല്യം ഇടിയുന്നുവെന്ന ന്യൂസ് ഹെഡ്ലൈനുകൾക്കും വിപണികളിൽ നിന്നുയരുന്ന വിലാപങ്ങൾക്കും അപ്പുറം സത്യം നേരെ വിപരീതമാണെങ്കിലോ? സാമ്പത്തിക നയങ്ങളിലൂടെ രൂപയുടെ മൂല്യം തിരികെ 70ലേക്കോ 75ലേക്കോ കൊണ്ടുവരാതിരിക്കുന്നത് ഒരു നയപരമായ തീരുമാനമാണെങ്കിലോ? തിരശ്ശീലയ്ക്ക് പിന്നിൽ ഇന്ത്യ ഒരു കളി കളിക്കുകയാണ്, മിക്ക ആളുകളും കാണാത്തൊരു കളി. എഡിറ്റോറിയൽ ഇൻസൈറ്റ്സിലേക്ക് സ്വാഗതം. ലോകത്തെ ഏറ്റവും ശക്തമായ ബോംബ് എന്താണെന്നറിയാമോ? അമേരിക്കൻ ഡോളർ. ഡോളറിൻ്റെ മേലുള്ള ഏത് ചെറിയ തീരുമാനവും ലോകമാകെ വലിയ ആഘാതമുണ്ടാക്കും. കാരണം ഡോളർ അമേരിക്കയുടെ മാത്രമല്ല, ലോകത്തിൻ്റെ ആകെ വിനിമയ കറൻസിയാണ്. ലോകമാകെ ഭൂരിഭാഗം എണ്ണ ഇടപാടും ഡോളറിലാണ്. അന്താരാഷ്ട്ര ലോണുകൾ വാങ്ങുന്നതും തിരികെ അടയ്ക്കുന്നതും ഡോളറിലാണ്. വലിയ കോർപ്പറേറ്റുകൾ ഏത് രാജ്യത്തെയായാലും അവരുടെ ലാഭം സൂക്ഷിക്കുന്നത് ഡോളറിലാണ്. രാജ്യങ്ങളുടെ ആകെ ഡീലുകളും ഡോളറിലാണ്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം വളരെ സാവധാനം ലോകത്തെ ബിസിനസ് ഇടപാടുകളുടെ, വ്യാപാര ഡീലുകളുടെ ഒക്കെ ഡിഫോൾട്ട് കറൻസിയായി ഡോളർ മാറി. അതുകൊണ്ട് തന്നെ അമേരിക്കൻ ഫിനാൻഷ്യൽ സംവിധാനത്തിലുള്ള ഏത് മാറ്റവും ലോകത്തെ ആകെ ബാധിക്കുന്ന നില വന്നു. ഇതിൻ്റെ എല്ലാം ചരട് വലിക്കുന്നത് അമേരിക്കൻ സെൻട്രൽ ബാങ്കായ ദ ഫെഡറൽ റിസർവ് ആണ്. ഈ ഫെഡറൽ റിസർവ് അവരുടെ നിക്ഷേപങ്ങൾക്ക് പലിശ കൂട്ടുമ്പോൾ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ഫണ്ടുകൾ US-ലേക്ക് ഒഴുകും. കോർപ്പറേറ്റുകളുടെ ഫണ്ട്, ഇൻഷുറൻസ് കമ്പനികളുടെ ഫണ്ട്, പെൻഷൻ ഫണ്ട്, വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് ഫേമുകളുടെ ഫണ്ടുകൾ, അങ്ങനെയെല്ലാം. കാരണം പലിശ കൂടുതൽ കിട്ടും. ഇന്ത്യയിലെ പല വമ്പന്മാരും അവരുടെ ആസ്തികൾ വിറ്റ് അത് ഡോളറാക്കി അമേരിക്കയിലേക്ക് അയക്കും. ഇന്ത്യൻ മണിയുടെ സപ്ലൈ കൂടും, ഡിമാൻഡ് കുറയും. സംരംഭകർക്കറിയാം, ഏതൊരു ബിസിനസ്സിലും സപ്ലൈ കൂടി ഡിമാൻഡ് കുറഞ്ഞാൽ ഉൽപ്പന്നത്തിൻ്റെ വില കുറയും. ഇവിടെയും സംഭവിക്കുന്നത് അതാണ്. രൂപയുടെ വില കുറഞ്ഞു. വികസന പദ്ധതികൾക്ക് ഇന്ത്യ വിദേശ ഫണ്ടുകളെ ആശ്രയിക്കുന്നുണ്ട്. റോഡുകൾ, ഫാക്ടറികൾ, സ്റ്റാർട്ടപ്പുകൾ, സ്റ്റോക്ക് മാർക്കറ്റ് എന്നിവിടങ്ങളിൽ വലിയ തോതിൽ വിദേശ നിക്ഷേപം വരുന്നുണ്ട്. ഇന്ത്യയുടെ GDP വളർച്ച വിദേശ നിക്ഷേപകരെ ഇങ്ങോട്ട് ആകർഷിക്കുന്നുണ്ട്. നമ്മൾ ലോകത്തെ ഏറ്റവും വലിയ മാർക്കറ്റാണ്, സ്വർണം വിളയുന്ന കമ്പോളം. പക്ഷേ ലോകത്ത് യുദ്ധവും അസ്ഥിരതയും വരുമ്പോൾ വിദേശ നിക്ഷേപകർ പിൻവലിയും, അവരുടെ നിക്ഷേപം പിൻവലിക്കും. ആ വിൽപ്പന സമ്മർദ്ദത്തിൽ ഇന്ത്യൻ രൂപ പിന്നെയും താഴേക്ക് പോകും. രൂപയുടെ മൂല്യം കുറയുമ്പോൾ നിക്ഷേപകർ കൂടുതൽ സമ്മർദ്ദത്തിലാകും, അവരുടെ നിക്ഷേപം കൂടുതൽ പിൻവലിക്കാൻ തുടങ്ങും. അത് നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിനെയും മറ്റ് ബിസിനസ്സുകളെയും ബാധിക്കും. അങ്ങനെയാണ് രാജ്യങ്ങൾ തകരുന്നത്, സാമ്പത്തികമായും രാഷ്ട്രീയമായും. ലോകം ഇപ്പോൾ കടന്നു പോകുന്നത് ഏറ്റവും അസ്ഥിരമായ അവസ്ഥകളിലൂടെയാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷിതത്വത്തിൽ ഈ നാട്ടിലെങ്ങനെ കഴിയുമ്പോൾ അറിയില്ല പുതിയ ലോകക്രമം ഉണ്ടാക്കുന്ന അപകടകരമായ സമ്മർദ്ദങ്ങൾ എന്തൊക്കെയാണെന്ന്. അപ്പോൾ ചോദിക്കാം, സർക്കാരിനൊന്നും ചെയ്യാനാകില്ലേ എന്ന്. രൂപയുടെ മൂല്യം കാറ്റിലാടുമ്പോൾ ഒരാൾക്കേ റോൾ എടുക്കാനാകൂ. നിക്ഷേപകർക്ക് ആത്മവിശ്വാസം നൽകാൻ കപ്പാസിറ്റിയുള്ള ഒരേ ഒരാൾ, അതാണ് നമ്മുടെ RBI, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. RBIയുടെ ലക്ഷ്യം രൂപയെ അസ്ഥിരമാകാതിരിക്കാൻ നോക്കുക എന്നതാണ്. വലിയ ഫോറിൻ കറൻസി റിസർവ് ഉണ്ട് ഇന്ത്യക്ക്. അത് കാലങ്ങളായി നമ്മൾ ഉണ്ടാക്കിയതാണ്. രൂപയുടെ മൂല്യമിടിഞ്ഞാൽ ഉടനെ സംഭവിക്കുന്നത് ഏത് രാജ്യത്തായാലും വിലക്കയറ്റമാണ്. നേരത്തെ പറഞ്ഞല്ലോ, രൂപ ദുർബലമാകുമ്പോൾ രാജ്യത്തേക്ക് ഇറക്കുമതി ചെയ്യുന്ന എല്ലാ വിഭവങ്ങളുടെയും വില കൂടും. അത് വേങ്ങരയിലെ അബ്ദുള്ളയുടെ കടയിലെ നേന്ത്രപ്പഴത്തിനും, കുറ്റ്യാടിയിലെ ദാമോദരൻ്റെ മെഡിക്കൽ ഷോപ്പിലെ മരുന്നിനും, കാഞ്ഞിരപ്പള്ളിയിലെ കറിയാച്ചൻ്റെ കടയിൽ വിൽക്കുന്ന വളത്തിനും വില കൂടും. അപ്പോൾ റിസർവ് ബാങ്കിന് മുന്നിലുള്ള സ്വാഭാവിക വഴി റിപ്പോ റേറ്റ് അഥവാ ബാങ്കുകൾക്ക് നൽകുന്ന ഹ്രസ്വകാല വായ്പയുടെ പലിശ നിരക്ക് കൂട്ടുക എന്നതാണ്.
ഇത് വിപണിയിലെ പണത്തിൻ്റെ ഒഴുക്ക് കുറയ്ക്കും. ഇതോടെ ആളുകളുടെ പേർച്ചേസ് പവർ കുറയും. സ്വാഭാവികമായും മാർക്കറ്റിലെ ഡിമാൻഡ് കുറയും. പക്ഷേ അത് സാധാരണക്കാരനെ ബാധിക്കുക പല വിധത്തിലാണ്. ഹോം ലോൺ, കാർ ലോൺ, ബിസിനസ് ലോൺ എന്നിവയുടെ എല്ലാം പലിശ വർദ്ധിക്കും. അപ്പോൾ ഗ്രോത്ത് കുറയും, തൊഴിൽ കുറയും, രാജ്യം മാന്ദ്യത്തിലാകും, പിരിച്ചുവിടലുകൾ ഉണ്ടാകും. അപ്പോൾ ആ വഴി ശരിയാകില്ല. രൂപയുടെ മൂല്യം കുറയുന്ന സാഹചര്യത്തിൽ RBI എക്സ്ട്രീംലി കെയർഫുള്ളായേ പറ്റൂ. ഈ അവസരത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാം. ഇമ്പോസിബിൾ ട്രിലിമ എന്നൊരു സാമ്പത്തിക അവസ്ഥയുണ്ട്. റോബർട്ട് മുൻഡേൽ, മാർക്കസ് ഫ്ലെമിംഗ് എന്നിവർ കൊണ്ടുവന്ന സിദ്ധാന്തമാണ്. ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും ഇത് നേരിടുന്നുണ്ട്. താഴെ പറയുന്ന 3 സാമ്പത്തിക അവസരങ്ങളിൽ 2 മാത്രമേ ഒരു രാജ്യത്തിന് ഒരേ സമയം തിരഞ്ഞെടുക്കാനാകൂ. 1. കറൻസിയുടെ എക്സ്ചേഞ്ച് മൂല്യം സ്ഥിരമായിരിക്കുക. 2. ക്യാപിറ്റൽ ഫണ്ട് അഥവാ മൂലധനം രാജ്യത്തിനകത്തേക്കും പുറത്തേക്കും നിർബാധം ഒഴുകുക. 3. പലിശ നിരക്കുകൾ നിയന്ത്രിച്ചു നിർത്തുക. ഇവ 3ഉം ഒരു രാജ്യത്തിന് പ്രധാനമാണ്. പക്ഷേ ഒരേ സമയം 3ഉം നേടാനാവില്ല. പ്രത്യേകിച്ച് ഇന്ത്യ പോലെ 100 കോടിക്ക് മേൽ ജനങ്ങളും ജനാധിപത്യ ഭരണ സംവിധാനവും നിലവിലുള്ള രാജ്യങ്ങളിൽ ഇവിടെ സെൻട്രൽ ബാങ്കിന് ഭൂരിഭാഗം വരുന്ന ജനങ്ങളുടെ ജീവിതത്തെ കണക്കിലെടുത്ത് മുകളിൽ പറഞ്ഞ ഒന്നിനെ ഉപേക്ഷിച്ചേ പറ്റൂ. RBI വ്യക്തമായി നിലപാടെടുത്തു. രാജ്യത്തിനകത്തേക്കും പുറത്തേക്കുമുള്ള മൂലധനത്തിൻ്റെ സ്വതന്ത്രമായ ഒഴുക്ക് നിലനിർത്തുന്നതാണ് രാജ്യത്തിൻ്റെ പ്രയോറിറ്റി. നാണയപ്പെരുപ്പം നിയന്ത്രിക്കാനും സാമ്പത്തിക വളർച്ച സംരക്ഷിക്കാനുമാണ് പ്രയോറിറ്റി. രൂപയുടെ മൂല്യത്തെ കൃത്രിമമായി ഒരു സംഖ്യയിൽ പിടിച്ചു നിർത്താൻ താൽപ്പര്യവുമില്ല. RBI അസന്നിഗ്ധമായി പറഞ്ഞു. അതിനർത്ഥം ഒന്നേയുള്ളൂ: രൂപയുടെ മൂല്യത്തിൽ മാറ്റങ്ങളുണ്ടാകും. ചിലപ്പോൾ അത് താഴേക്ക് പോകും, 100 കടക്കും. അതൊരു ബലഹീനതയോ കുറവോ അല്ല, അതൊരു തന്ത്രമാണ്. കാരണം ചരിത്രം നമ്മെ ശക്തമായ പാഠങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഏതൊരു രാജ്യമാണോ അവരുടെ കറൻസി മൂല്യം പിടിച്ചു നിർത്താൻ, സംരക്ഷിക്കാൻ സർവ്വതും പണയം വെച്ചത്, അവർ തങ്ങളുടെ വിദേശ നാണ്യ ശേഖരം കത്തിച്ചു തീർത്തു. പലിശ നിരക്കുകൾ കുത്തനെ കൂട്ടി. ഒടുവിൽ തകർന്ന തരിപ്പണമായി. ഇന്ത്യക്ക് അത് ഓർമ്മയുണ്ട്. 1991 സാമ്പത്തിക പ്രതിസന്ധി ഏൽപ്പിച്ച മുറിവുകൾ അത്ര ആഴത്തിലായിരുന്നു. അതുകൊണ്ട് ഇന്ന് ഡോളറിനെതിരെ രൂപയെ ഒരു അക്കത്തിൽ നിർത്താൻ വേണ്ടിയല്ല RBI പോരാടുന്നത്. അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒന്നിനെ സംരക്ഷിക്കാനാണ് RBI ശ്രമിക്കുന്നത്. അതാണ് സാമ്പത്തിക സ്ഥിരത. ശക്തമായ രൂപ എന്ന പേരിലെ കേവലമായ പ്രതിച്ഛായയ്ക്ക് പിന്നാലെ പോകാതെ നാണയപ്പെരുപ്പം നിയന്ത്രിക്കുന്നതിലാണ് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഓരോ ഇന്ത്യൻ കുടുംബത്തെയും വിലക്കയറ്റം ബാധിക്കാതെ ചേർത്ത് നിർത്താനാണ് RBI മുൻഗണന കൊടുക്കുന്നത്. റുപ്പിയെ പ്രൊട്ടക്റ്റ് ചെയ്ത് ഡോളറിന് എഗെയിൻസ്റ്റ് ആയിട്ട് രൂപ 70 നിൽക്കുന്ന 75 നിൽക്കുന്ന എന്ന് മേനി പറയാമായിരുന്നു. പക്ഷേ വളർച്ച കെടാതെ, ഫാക്ടറികളിലെ പിരിച്ചുവിടലുകളില്ലാതെ, വിലക്കയറ്റമില്ലാതെ RBI കാക്കുന്നു. ഇന്ത്യയെപ്പോലെ കർഷകരും ഗ്രാമീണരും തൊഴിലാളികളും കൂടുതലുള്ള ഒരു രാജ്യത്ത് ഒരു ഇൻ്റലിജൻ്റായ സെൻട്രൽ ബാങ്ക് എടുക്കുന്ന തീരുമാനം അതാണ്. രാജ്യത്തിൻ്റെ വളർച്ച താഴേക്ക് പോകാതെ കാക്കുക എന്നതാണ് ഇപ്പോഴത്തെ ആവശ്യം. അതാണ് RBI ഇപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനവും. അതായത് അമേരിക്കൻ ഫെഡറൽ റിസർവിൻ്റെ തീരുമാനങ്ങളിൽ ലോകമാകെ എല്ലാ രാജ്യങ്ങളുടെയും കറൻസികൾ നിന്നുഴലുമ്പോൾ ഇന്ത്യൻ റുപ്പിയുടെ മൂല്യം കേൾക്കാൻ സുഖമുള്ള ഒരു സംഖ്യയിൽ നിർത്തി പൊള്ളയായ നിലപാട് എടുക്കുകയല്ല നമ്മൾ. മറിച്ച് രാജ്യത്തിൻ്റെ ആകെ അഭിവൃദ്ധിയും വളർച്ചയും മൊമെൻറ്റവും ഒട്ടും കുറയാതെ നിലനിർത്താൻ ശ്രമിക്കുന്നു. ദീർഘകാലത്തേക്കുള്ള സുവ്യക്തമായ പദ്ധതികളുടെ ലക്ഷ്യം നേടാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇപ്പോൾ ഇന്ത്യൻ റുപ്പി മൂല്യം താഴേക്ക് വരുന്ന ഓരോ ദിവസവും വലിയ ലാഭം അതിലൂടെ കൊയ്യുന്നവർ തന്നെയാണ് മുഖം മറച്ചുവെച്ച് വിമർശിക്കുന്നതും. വിദേശ രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് യൂറോപ്പിലും ഗൾഫിലുമൊക്കെ ജോലി ചെയ്തും ബിസിനസ് നടത്തിയും കിട്ടുന്ന പണം ഈ സമയത്തെല്ലാം നാട്ടിലേക്ക് അയക്കുന്ന പ്രവാസികൾക്ക് ഇപ്പോൾ ലോട്ടറിയാണ്. ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി ചെയ്യുന്നവർക്കെല്ലാം ലോട്ടറിയാണ്. IT കമ്പനികൾ, ഫാർമ കമ്പനികൾ, ടൂറിസം ബിസിനസ് ചെയ്യുന്നവർ, അങ്ങനെ എല്ലാവർക്കും രൂപയുടെ മൂല്യയിടിവ് ലോട്ടറിയാണ്. രൂപയുടെ മൂല്യത്തിലെ ഇടിവ് കാരണം നഷ്ടം വരുന്നത് വിദേശത്തേക്ക് ഇവിടെ നിന്ന് പൈസ അയക്കുന്നവർക്കും പ്രൊഡക്റ്റോ സർവീസോ ഇറക്കുമതി ചെയ്യുന്നവർക്കുമാണ്. അവിടെയും സർക്കാരിന് മറ്റൊരു ലക്ഷ്യമുണ്ടെന്ന് വേണമെങ്കിൽ അനുമാനിക്കാം. പരമാവധി ഇറക്കുമതി പ്രോത്സാഹിപ്പിക്കാതെ ഡൊമസ്റ്റിക്കായി കിട്ടുന്ന ഓൾട്ടർനേറ്റുകളെ ആശ്രയിക്കാനുള്ള ശീലം കൂടും. അത് നമ്മുടെ നാട്ടിലെ സംരംഭങ്ങൾക്ക് ഗുണമാണ്, സംരംഭകർക്കും. സാധാരണഗതിയിൽ ഒരു രാജ്യത്തിൻ്റെ കറൻസിയുടെ മൂല്യം ഇടിയുന്നത് ആശങ്കാജനകമാണെന്നാണ് പറയുക. പക്ഷെ നമ്മുടെ RBI ഈ സാഹചര്യത്തെ വളരെ അവധാനതയോടെ കൈകാര്യം ചെയ്യുന്നത് ജപ്പാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ശ്രദ്ധാപൂർവമാണ് വീക്ഷിക്കുന്നത്. ഈ പുതിയ സാമ്പത്തിക സാഹചര്യം ചില പ്രത്യേക മേഖലകൾക്ക് വലിയ രീതിയിലുള്ള ഗുണഫലങ്ങൾ നൽകുന്നുണ്ട്. വസ്ത്രവിപണി മേഖലയിൽ ഇന്ത്യ വീണ്ടും കരുത്താർജിക്കുകയാണ്. അതുപോലെ ഇന്ത്യൻ ജനറിക് മരുന്നുകൾക്ക് അമേരിക്കയിൽ എന്നും ആവശ്യക്കാരുണ്ട്.
2025 വലിയ ഇടിവ് രേഖപ്പെടുത്തിയ മേഖലയാണ് രത്നങ്ങളുടെയും ആഭരണങ്ങളുടെയും സെക്ടർ. നികുതി കുറഞ്ഞതോടെ തിരിച്ചുവരവിൻ്റെ പാതയിലാണ്. രൂപ 90 കടന്നതോടെ റെമിറ്റൻസ് ഗുണവും സംരംഭകർക്ക് വലിയ ലാഭമുണ്ടാക്കി നൽകുന്നു. ടേലൻ്റ് കൂടി പറയാം. എന്നെ അത്ഭുതപ്പെടുത്തുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ അജയ്യതയാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ. കഴിഞ്ഞ വർഷം അമേരിക്ക ഇന്ത്യക്കെതിരെ താരിഫ് യുദ്ധം പ്രഖ്യാപിച്ചത് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിയതിൻ്റെ പേരിലാണ്. ആ പേര് പറഞ്ഞ് ഇന്ത്യയിലെ കയറ്റുമതി സംരംഭങ്ങൾക്ക് മേൽ പിഴ താരിഫ് ചുമത്തി അമേരിക്ക ശിക്ഷിക്കാൻ ശ്രമിച്ചു. അതിൻ്റെ ശിക്ഷ വാങ്ങാൻ കാത്തുനിൽക്കാതെ, അന്തസ്സ് പണയപ്പെടുത്താതെ യൂറോപ്യൻ യൂണിയനുമായി ലോകത്തെ ഏറ്റവും വലിയ വ്യാപാര കരാറിൽ ഒപ്പുവെച്ച് ഇന്ത്യ പുതിയ വ്യാപാരമുഖം തുറന്നു. ഗൾഫ് രാജ്യങ്ങളുമായും UK-യുമായും സ്വിറ്റ്സർലൻഡ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായും കേവലം മാസങ്ങൾക്കുള്ളിൽ ഇന്ത്യ വ്യാപാര കരാറുകൾ ഒപ്പുവെച്ചു. ജനുവരിയിൽ അധിക നികുതി പിൻവലിക്കാൻ അമേരിക്ക തയ്യാറായി. പകരം റഷ്യൻ എണ്ണ വാങ്ങുന്നത് ഇന്ത്യ കുറച്ചു. അമേരിക്കയിലേക്കുള്ള കയറ്റുമതി പഴയതുപോലെയായി. ഇറാൻ യുദ്ധം വന്നതോടെ വീണ്ടും റഷ്യൻ എണ്ണ ഇന്ത്യ വാങ്ങുന്നു. ഇപ്പോൾ 20 ലക്ഷം ബാരൽ എണ്ണയാണ് റഷ്യയിൽ നിന്ന് പ്രതിദിനം വാങ്ങുന്നത്. ശ്രദ്ധിച്ചു കേൾക്കണം. ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ എണ്ണ പ്രതിദിനം വാങ്ങുന്ന നിലയിലേക്ക് ഇന്ത്യ റഷ്യ ഓയിൽ ഡീലുമായി. അമേരിക്കൻ ഇമ്പോർട്ട് താരിഫ് 18%. അമേരിക്കയോട് യുദ്ധം ചെയ്യുന്ന ഇറാൻ പറയുന്നു ഇന്ത്യ ഉറ്റ സുഹൃത്തുമാണെന്നും. ചരിത്രത്തിൽ ഇതിലും വലിയ വിജയം ഇന്ത്യക്ക് അമേരിക്കയ്ക്ക് മേൽ ഉണ്ടാകാനുണ്ടോ? വശ്യമായ മാന്ത്രികത കയ്യിലൊളിപ്പിച്ച രാജ്യമാണിത്. അസാധ്യമായ ആത്മശക്തിയുള്ള രാജ്യമാണിത്. അതുകൊണ്ട് തന്നെ കളിക്കാൻ വരണ്ട. എഡിറ്റോറിയൽ ഇൻസൈറ്റ്സിലേക്ക് അഭിപ്രായങ്ങൾ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് channel.im.com.